കേരളം അതിമനോഹരമായ സ്ഥലം. ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ വരണം, ഇവിടെ വന്ന് കണ്ടിരിക്കണം. ഇതൊക്കെ പറയുന്നത് ആരാണെന്നല്ലേ? തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കുന്ന F-35 എന്ന് പറയുന്ന അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനം. അപ്പോൾ അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനത്തെ ട്രോളിക്കൊണ്ട് മലയാളികൾ സമൂഹ മാധ്യമങ്ങളിൽ വൻ പോസ്റ്റുകളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പമാണ് കേരളത്തിലെ ടൂറിസം വകുപ്പ് തങ്ങളുടെ ഒരു പ്രൊമോഷൻ വീഡിയോ അല്ലെ പ്രൊമോഷൻ്റെ ഒരു പേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് F-35 അടയാളപ്പെടുത്തിയത്. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: കേരളം അതിമനോഹരമായ സ്ഥലമാണ്, എനിക്ക് ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല, തീർച്ചയായും നിങ്ങൾക്കായിട്ട് ഞാൻ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നു, ഒപ്പം 5 സ്റ്റാർ റേറ്റിംഗും നൽകുന്നു. അപ്പോൾ ഇതിന് താഴെ വലിയ രീതിയിലുള്ള കമൻറ്റുകളാണ് വരുന്നത്. അപ്പോൾ ഒരു അവസരത്തെ എങ്ങനെയാണ് ടൂറിസം വകുപ്പ് കൃത്യമായിട്ട് മുതലെടുക്കുന്നത്, പ്രചരിപ്പിക്കുന്നത് എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണിത്. ഏതാണ്ട് 5.7 മില്യൺ ആളുകൾ ഫോളോവേഴ്സ് ഉള്ള ഒരു പേജ് കൂടിയാണിത്. ഇതിൽ തന്നെ ഏതാണ്ട് 2 മില്യൺ ആളുകൾ ഇതിനകം ഇത് സന്ദർശിച്ച് കഴിഞ്ഞ് വലിയ സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ F-35 എന്ന് പറയുന്ന ഈ യുദ്ധവിമാനം കഴിഞ്ഞ ജൂലൈ 14 തീയതിയാണ് തിരുവനന്തപുരത്തേക്ക് വന്നിറങ്ങിയത്. അതിനുശേഷം വലിയ രീതിയിലുള്ള ട്രോളുകൾ ഉണ്ടാവുകയാണ്. ശരിക്കും ആദ്യം ഏതാണ്ട് $110 മില്യൺ വിലയുള്ള ഈ വിമാനം വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് OLX പരസ്യം കൊടുക്കുന്നു. പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് ട്രോളാണെന്ന്. ഇപ്പോൾ എന്താ പറയുന്നത്? ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും അത്യന്താധുനിക ടെക്നോളജി, ആ ടെക്നോളജിയെ വളരെ സിമ്പിളായിട്ട് മലയാളികൾ ട്രോളുന്നു അല്ലെങ്കിൽ പരിഹസിക്കുന്നു. ഇതാണ് മനസ്സിലാക്കുന്നത്. അപ്പം F-35 യുദ്ധവിമാനം ഇവിടെ മഴയും വെയിലുമൊക്കെ ഏറ്റ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇങ്ങനെ തുറസായ സ്ഥലത്ത് കിടക്കുകയാണ്. ഇത് രാജ്യാന്തര മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായിട്ട് മാറുന്നു. ഇതിനിടയിലാണ് നമ്മുടെ ടൂറിസം വകുപ്പ് ഒരു പ്രൊമോഷൻ വാർത്തയായിട്ട് ഇത് നൽകുന്നത്. ഇത് നൽകുന്നത് മാത്രമല്ല, ഇതിൻ്റെ താഴെ വന്ന് മലയാളികൾ ഇടുന്ന കമൻറ്റ് കാണുമ്പോഴാണ് മലയാളികളുടെ നർമ്മബോധം അല്ലെങ്കിൽ അവരുടെ ഹ്യൂമർ സെൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പലരും പറയുന്നത് ഇങ്ങനെയാണ്: എന്തായാലും വന്നതല്ലേ, ഇനി നമുക്ക് ഓണമൊക്കെ കൂടിയിട്ട് പോകാം. മറ്റൊരു കൂട്ടർ പറയുന്നു നമുക്ക് വള്ളംകളിയും പുലിക്കളിയും ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോകാം. ഇനി മറ്റൊരു കൂട്ടർ പറയുന്നു ഇവിടെ നിന്ന് നിങ്ങൾ പോകാൻ തയ്യാറെടുക്കരുത്, അങ്ങനെ പോയാൽ യുദ്ധം ചെയ്യേണ്ടി വരും, നിലവിൽ ഇവിടെ കിടക്കുകയാണെങ്കിൽ യുദ്ധമൊന്നും ചെയ്യേണ്ട, ഇവിടെ സുഖിച്ചിങ്ങനെ കിടക്കാം. അപ്പം വെയിലും മഴയും ഒക്കെ ഏറ്റ് കിടക്കുന്ന F-35 എങ്ങനെയൊക്കെ ട്രോളാമോ അങ്ങനെയൊക്കെ ട്രോളുന്നു. അപ്പം ലോകത്തെ തന്നെ അത്യന്താധുനിക സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം, ഈ യുദ്ധവിമാനത്തെ ഏതാണ്ട് മലയാളികൾ നെഞ്ചേറ്റിയെന്ന് തന്നെ പറയാം. കാരണം ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ അമേരിക്കക്കാർക്ക് ഇപ്പോഴും ഇതിൻ്റെ സാങ്കേതിക തകരാറ് പരിഹരിക്കാൻ സാധിക്കുന്നില്ല. ഈ തമാശകളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് മറ്റ് ചില ആശങ്കകൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ഇതിനെ ഹാങ്ങറിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ട് പോലും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആവശ്യം ഈ ബ്രിട്ടീഷുകാർ അംഗീകരിച്ചില്ല. ബ്രിട്ടനിൽ നിന്ന് 2 തവണ 2 അംഗ സംഘങ്ങളെത്തി ഇവിടെ പരിശോധനയൊക്കെ നടത്തി ഇതിനെ അറ്റകുറ്റപ്പണി നടത്തി കൊണ്ടുപോകാമോ എന്ന് ശ്രമിച്ചിരുന്നു, നടന്നില്ല. ഇപ്പോഴും ഈ F-35 യുദ്ധവിമാനം, അതായത് സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള നമ്മുടെ റഡാറുകളെയൊക്കെ വെട്ടിക്കാൻ കഴിവുള്ള ഒരു യുദ്ധവിമാനത്തിൻ്റെ അവസ്ഥയാണിത്. അപ്പോൾ അമേരിക്കയിലെ ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന വിമാന കമ്പനി നിർമ്മിച്ച വിമാനത്തിൻ്റെ ടെക്നോളജി ഇത്രയും ഉള്ളൂ എന്ന് ലോകത്തിന് മുന്നിൽ ഇവിടെ പരസ്യപ്പെടുക കൂടിയാണ്. മാത്രമല്ല ഇപ്പോൾ ഈ വിമാനം ഇവിടെ കിടക്കുന്നത് തിരുവനന്തപുരത്ത് VSSC ഉണ്ട്, വിഴിഞ്ഞം തുറമുഖമുണ്ട്, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, അങ്ങനെ തുടങ്ങിയ തന്ത്രപ്രധാനമായ ഒരുപാട് കേന്ദ്രങ്ങളുള്ള ഒരു സ്ഥലത്ത് F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം ഇപ്പോഴും കിടക്കുന്നത് അത്ര സുഖകരമായ കാര്യമല്ല എന്നും വിലയിരുത്തുന്നുണ്ട്. എന്തായാലും F-35 നന്നാക്കാനുള്ള വിദഗ്ധ സംഘം, അപ്പോൾ 40 പേരടങ്ങിയ അമേരിക്കയിലെയും ബ്രിട്ടനിൽ നിന്നുള്ള അംഗങ്ങൾ, ആ സംഘം ഉടൻ ഇവിടേക്ക് എത്തും. C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലായിരിക്കും ഒരുപക്ഷെ എത്തുക. അതായത് ഏതെങ്കിലും കാരണവശാൽ ഇതിൻ്റെ ഹൈഡ്രോളിക് സംവിധാനം ശരിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ ചിറകുകൾ അഴിച്ചു മാറ്റി ഈ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ കയറ്റിക്കൊണ്ട് പോകണം. ഇപ്പം ഹാങ്കറിലേക്ക് മാറ്റാമെന്ന് ഇവർ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ഹാങ്കറിലേക്ക് കെട്ടി വലിച്ചു കൊണ്ടുപോകാനുള്ള ഉപകരണങ്ങളും ഈ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് കൊണ്ടുവരേണ്ടത്. ചെറിയ സാങ്കേതിക തകരാറുണ്ടായാൽ പോലും വലിയ പ്രശ്നമാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഇന്ധനമില്ലാത്തത് കൊണ്ടാണ് അവരുടെ ബ്രിട്ടീഷ് നേവിയുടെ യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നു പൊങ്ങിയ ഈ F-35 തിരിച്ചു പോകാൻ പറ്റാത്തത്. പിന്നീട് പറഞ്ഞു അതിൻ്റെ ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായി, അതുകൊണ്ട് തന്നെ ഈ വെർട്ടിക്കലായിട്ടാണ് ഇത് പറന്നു പൊങ്ങുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുക. അതായത് കുത്തനെ പറന്നു പൊങ്ങുക, കുത്തനെ പറന്നുയരുക, ഇതൊക്കെയാണ് ഈ F-35 യുദ്ധവിമാനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതുകൊണ്ട് തന്നെ ഹൈഡ്രോളിക് സംവിധാനം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത് സാധ്യമാകില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തി കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ഏതാണ്ട് 18 ദിവസത്തോളമായിട്ടും ഇപ്പോഴും ഇതിൻ്റെ യഥാർത്ഥ കേടായതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ കുഴപ്പത്തിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലാകുന്നില്ല. ഇനി ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണം. കേന്ദ്ര സർക്കാരാണ്. അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ മന്ത്രാലയമുണ്ട്. ആ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അനുമതി വേണം. ഇവയുടെയൊക്കെ അനുമതി കിട്ടിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ബ്രിട്ടീഷ് സൈന്യത്തിലെ വിദഗ്ധരായ ആളുകൾ, സാങ്കേതിക വിദഗ്ധരൊക്കെ ഇവിടെ എത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ബ്രിട്ടീഷ് പാർലമെൻറ്റിലും വലിയ ചർച്ചാ വിഷയമായി. അതായത് നാറ്റോ സഖ്യരാജ്യമല്ലാത്ത ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത്, ഒരു തുറസായ സ്ഥലത്ത് ഏറ്റവും അത്യന്താധുനിക യുദ്ധവിമാനമായ F-35 വിമാനം ഇങ്ങനെ കിടക്കുന്നത് അത്ര സുഖകരമായ കാര്യമാണോ എന്നാണ് ചോദിച്ചത്. എന്നാൽ അതിന് പ്രശ്നമൊന്നുമില്ല. ഇന്ത്യയുടെ വലിയ സഹകരണമുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സ് എല്ലാവിധ പിന്തുണയും നൽകി എന്നൊക്കെയാണ് അവിടെ മന്ത്രിമാരുൾപ്പെടെ പാർലമെൻറ്റിൽ പറയുന്നത്. ഇത് പൈലറ്റ് ഉൾപ്പെടെയുള്ളവർ ഇതിന് സംരക്ഷണം നൽകുന്നുണ്ട്, മറ്റാരെയും അടുപ്പിക്കുന്നില്ല എന്നൊക്കെ വിവരം പറയുന്നുണ്ട്. എന്തായാലും റഡാറിനെ കബളിപ്പിക്കാൻ കഴിയുന്ന 5th ജനറേഷൻ വിമാനം ഇപ്പോഴും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കുന്നു എന്ന് പറയുന്നത് ബ്രിട്ടനെ സംബന്ധിച്ച്, അമേരിക്കയെ സംബന്ധിച്ച് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണ്. കാരണം അനാഥമായി ഒരു യുദ്ധവിമാനം കിടക്കുന്നു എന്ന തരത്തിൽ മലയാളത്തിലെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ KTDC അവരുടെ ഫേസ്ബുക്കിൽ ഈ F-35ൻ്റെ ഒരു പടം പങ്കുവെച്ചുകൊണ്ട് വലിയ പ്രൊമോഷൻ നൽകിയിരിക്കുന്നത്. കേരളം ഒരിക്കലും വിട്ടുപോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലം, എനിക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു ക്യാപ്ഷനും ഒക്കെ വെച്ചിട്ടാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ കേരളത്തെക്കുറിച്ച് ഒരു 5 സ്റ്റാർ റേറ്റിംഗും ഒക്കെ നൽകിയിട്ടുണ്ട്. കൃത്യമായ സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു അവസരം കിട്ടിയപ്പോൾ അതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി F-35 പോലെയുള്ള യുദ്ധവിമാനങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു, നമ്മുടെ കേരളം സന്ദർശിക്കാൻ എത്തുന്നു. പിന്നെ ചില ആളുകളുടെ കമൻ്റ് ഉണ്ട് ഈ പേജിൻ്റെ പേരിൽ, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ കൊണ്ടുപോയിട്ടൊന്ന് തിരുമിച്ച് ശരിയാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ബിരുദന്മാരുമുണ്ട്. എന്തായാലും ഓണം ഒക്കെ കണ്ട് F-35 ആഘോഷത്തിലൊക്കെ പങ്കെടുത്ത് സദ്യയുമൊക്കെ ഉണ്ടിട്ട് തിരിച്ചു പോയാൽ മതിയെന്നാണ് പറയുന്നത്. അതായത് കേരളത്തിലേക്ക് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല എന്ന് F-35 വിമാനത്തിൻ്റെ ഒരു പടം വെച്ച് നമ്മളൊരു പരസ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ എത്രയധികം ശ്രദ്ധിക്കപ്പെടും. ഇപ്പോൾ ലോകത്തെ വിവിധ മാധ്യമങ്ങൾ ഈ പേജിൻ്റെ ചിത്രം വെച്ച് നിരവധി വാർത്തകളും പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇത്രയും കാലം അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടനൊക്കെ ഒന്ന് ഒളിച്ചു വെക്കാൻ ശ്രമിച്ച അവരുടെ ഈ യുദ്ധവിമാനത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ചയായി മാറുകയാണ്. മാത്രവുമല്ല അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ ടെക്നോളജി ഇത്രയും ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മലയാളികൾ ചെറുതായിട്ടൊന്ന് ട്രോളി, ഒന്ന് തോണ്ടി എന്ന് പറഞ്ഞാലും, അതായത് ഒരു പണി കൊടുത്തു എന്ന് പറഞ്ഞാലും വലിയ തെറ്റൊന്നുമില്ല. അപ്പം നമ്മൾ വ്യോമ മേഖലയിൽ, അതുപോലെ തന്നെ മിസൈൽ നിർമ്മാണ രംഗത്ത്, യുദ്ധക്കപ്പൽ നിർമ്മാണത്തൊക്കെ വലിയ ശക്തിയായിട്ട് മാറുന്നു. അമേരിക്കയ്ക്കും ബ്രിട്ടനും ചൈനയ്ക്കും റഷ്യയ്ക്കുമൊക്കെ ഒപ്പം നമ്മൾ നിൽക്കുന്നു, അല്ലെ അവർക്കൊക്കെ ഭീഷണിയായിട്ട് മാറുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ഇവിടെ F-35 യുദ്ധവിമാനം ഈ തിരുവനന്തപുരത്ത്, അതായത് യാത്രാ വിമാനങ്ങളൊക്കെ പോകുന്ന ഒരു വിമാനത്താവളത്തിൽ വെയിലും മഴയും ഏറ്റ് ഇങ്ങനെ അനാഥമായി കിടക്കാൻ തുടങ്ങുന്നത്. ഇത്രയും ദിവസമായിട്ടും ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ F-35 യുദ്ധവിമാനത്തിന് ഇത്രയും കപ്പാസിറ്റി ഉള്ളൂ. അപ്പം ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇത് വാങ്ങിക്കാൻ പോയാൽ പോലും മാർക്കറ്റിൽ വലിയ ഇടിവുണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും മലയാളികളുടെ നർമ്മബോധം എത്രയുണ്ട്, മലയാളികളുടെ ചിന്താശേഷി എത്രയുണ്ട് എന്നൊക്കെ വ്യക്തമാക്കുന്ന ഒരു പരസ്യം അല്ലെങ്കിൽ ഒരു പ്രൊമോഷനാണ് ഇപ്പോൾ ഈ ടൂറിസം വകുപ്പ് നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ OLX-ൽ വിൽക്കാനിട്ട ആളുകളാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ ഇവിടെ സൂക്ഷിച്ച് നിന്നോളൂ. ഈ F-35 കൂടുതൽ ഇവിടെ കിടന്നാൽ CITUവിൻ്റെ ഉൾപ്പെടെയുള്ള ചുമട്ടുതൊഴിലാളികൾ വരും, പിന്നീട് നോക്കുകൂലി കൊടുക്കേണ്ടി വരും. ഇവിടെ നിന്ന് പോകാതിരുന്നാൽ യുദ്ധത്തിലൊന്നും പങ്കെടുക്കാതെ സേഫായിട്ട് കിടക്കാം. അങ്ങനെ വിവിധ കമൻറ്റുകൾ. അപ്പം 6.7 ലക്ഷം ഫോളോവേഴ്സുള്ള ഒരു പേജിലേക്കാണ് കേരളത്തിലെ ടൂറിസം വകുപ്പ് ഇത്തരമൊരു ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മലയാളികൾ ഇതിനെ കയ്യേറ്റി നെഞ്ചയറ്റി സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും F-35 യുദ്ധവിമാനം അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി കൊണ്ടുപോകാനായിട്ട് 40 അംഗ സംഘം വരും. എന്തായാലും ജൂലൈ 15-നുള്ളിൽ പൂർണ്ണമായിട്ടും വിമാനം ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നാണ് റോയൽ നേവിയിൽ നിന്നും അതുപോലെ തന്നെ ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന വിമാന കമ്പനിയിൽ നിന്നുമുള്ള അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണം. അങ്ങനെ സംഭവിക്കട്ടെ. അതുവരെ കേരളത്തിൽ നിന്ന് പോകാൻ കഴിയാതെ ഇവിടുത്തെ ഒരു മനോഹാരിത, ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു F-35 യുദ്ധവിമാനം ഇവിടെ കിടക്കട്ടെ. ഇതാദ്യമായിട്ടാണല്ലോ ഒരു F-35 യുദ്ധവിമാനം നേരിട്ട് കാണാൻ തിരുവനന്തപുരത്തുകാർക്ക്, മലയാളികൾക്കൊക്കെ തന്നെ ഒരവസരം ലഭിച്ചത്. അത് അവർ പരമാവധി ആഹ്ലാദിക്കുന്നു, ആസ്വദിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.